ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ പഴം, അതുപോലെ തന്നെ മാങ്ങ, അതുപോലെ ആപ്പിൾ ഇതൊക്കെ നന്നായി ഒന്ന് പഴുത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ്. അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ നന്നായി ഒന്ന് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ മാമ്പഴം പഴുത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായി ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ റൈസ് കുക്കറാണ് കേട്ടോ. ഈ റൈസ് കുക്കർ ഇല്ലാത്ത വീടുകൾ ചുരുങ്ങും അല്ലേ. അപ്പം എല്ലാവരും പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ അത് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ എല്ലാവരും വാങ്ങി സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് മഴക്കാലത്തൊക്കെ നമുക്ക് ചോറ് വെക്കാൻ. പക്ഷെ ഇത് ചോറ് വെക്കാൻ മാത്രമല്ല കേട്ടോ, ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത്, ഈ ഒരു ബോക്സ് കൊണ്ട് പലതരത്തിലുള്ള ഉപകാരങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ഒന്ന് ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും നല്ലൊരു കാസറോളിനേക്കാളും മികച്ച ഒരു ഉപയോഗം തരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ബേക്കറിയൊക്കെ വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾ കവറിൽ ഇതുപോലെ കെട്ടി വെക്കാറാണല്ലോ പതിവ്. അപ്പോൾ ഇതുപോലെ കെട്ടി വെക്കാറ് കണ്ടോ, ഇതുപോലെ നമ്മൾ കെട്ടി വെച്ചാലും നമ്മൾ പുറത്തൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ബേക്കറിയൊക്കെ പെട്ടെന്ന് തണുത്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള സ്നാക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ കവറിൽ കെട്ടിയതിന് ശേഷം ഇതുപോലെ വെച്ച് നമ്മൾ ഇതിൻ്റെ അടുപ്പ് അടച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പം വേണമെങ്കിലും എടുത്താലും ആ ഒരു ഫ്രഷ്നെസ്സിൽ ഒട്ടും കാറ്റ് കിടക്കാതെ ഒട്ടും തണുക്കാതെ നമുക്ക് ഫ്രഷ്നെസ്സിൽ നമുക്ക് കിട്ടും. മാത്രവുമല്ല, രണ്ട് തരം ഉപയോഗം കണ്ടിട്ട് ഇതുകൊണ്ട് നമുക്ക് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സ്നാക്സ് ഒക്കെ അടച്ചു മാറ്റുന്നുള്ള ആ ഒരു പ്രവണതയും ഉണ്ടാവില്ല. പെട്ടെന്നൊന്നും ആരെയും കണ്ണിൽ പെടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ അടച്ച് സൂക്ഷിക്കാൻ പറ്റും. ബേക്കറി ആ ഒരു ഫ്രഷ്നെസ്സോടെ നമുക്ക് കിട്ടും. ബേക്കറി, ബിസ്ക്കറ്റ്, ഏത് തരം പലഹാരങ്ങളായാലും അഥവാ ബേക്കറി ഐറ്റംസ്, സ്നാക്ക് ഐറ്റംസ് ഏതും നമുക്ക് ഇതിൽ സൂക്ഷിച്ചാൽ ചൂടാണെങ്കിൽ അതുപോലെ ചൂടോടെ, അല്ലെങ്കിൽ തണുപ്പാണെങ്കിൽ അതേ തണുപ്പോടെ നമുക്ക് പെർഫെക്റ്റായി ലഭിക്കും കേട്ടോ. ഇതൊക്കെ നല്ലൊരു ടിപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ മാങ്ങ, അതുപോലെ തന്നെ ഈ പഴമൊക്കെ പെട്ടെന്ന് പഴുത്ത് കിട്ടിയിട്ട് ഏകദേശം പാകമായിട്ടുണ്ട് പഴം. അപ്പം പെട്ടെന്ന് പിറ്റേ ദിവസത്തേക്കും പഴുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അതുപോലെ അതിൽ സൂക്ഷിക്കാം. ഇതുപോലെ തുറന്ന് വെച്ച് കൊടുത്ത് മാങ്ങയും അതുപോലെ തന്നെ പഴമൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായി ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം പിറ്റേ ദിവസം നമ്മളൊരു ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് രാവിലെ ആകുന്ന സമയത്തേക്ക് നമ്മൾ തുറന്ന് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് പഴുത്തിട്ടുണ്ടാവും കേട്ടോ. മാങ്ങ മാത്രമല്ല, ഇനി പൈനാപ്പിൾ ആകട്ടെ, ഏതായാലും ആകട്ടെ, നമുക്ക് പഴമൊക്കെ നമുക്ക് പെട്ടെന്ന് പഴുപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് തീർച്ചയായും എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ അതുപോലെ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത്, റൈസ് കുക്കർ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത്, ഇതുപോലെ കുക്കർ എടുത്ത് വെച്ചതിന് ശേഷം ഒരു ന്യൂസ് പേപ്പർ ഇതിൽ വെച്ചതിന് ശേഷം നമുക്ക് എന്താണോ പഴുക്കാനുള്ളത് അത് ജസ്റ്റ് അതിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഒരു ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു ന്യൂസ് പേപ്പർ കത്തിച്ചതിന് ശേഷം ഏകദേശം അത് കെട്ടിയതിന് ശേഷം ഇതിൽ വെച്ച് ഇതിൻ്റെ അടുപ്പ് നന്നായി ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. നല്ല ടൈറ്റ് തന്നെ ഇതിൻ്റെ അടുപ്പൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പിറ്റേ ദിവസം എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ മാങ്ങയാകട്ടെ, ഇനി പഴമാകട്ടെ, ഏത് തരം ഫ്രൂട്ട് ആകട്ടെ പെട്ടെന്ന് പഴുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് അടുപ്പത്തൊന്നും വെക്കണ്ട കേട്ടോ. ഇതുപോലെ പുറത്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് ന്യൂസ് പേപ്പർ ഒന്ന് നന്നായി ഒന്ന് പൊതിഞ്ഞ് കൊടുത്ത് ചെറിയൊരു കഷ്ണം ന്യൂസ് പേപ്പർ ഒന്ന് കത്തിച്ച് കെടുത്തതിന് ശേഷം അതിൻ്റെ പുക ഒന്ന് ഇതിലിട്ടിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് റൈസ് കുക്കർ ഇല്ലാത്തവർക്കുള്ള ഒരു ടിപ്പാണ് കേട്ടോ അത്. അപ്പോൾ തീർച്ചയായും ഈ ടിപ്പുകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. പെട്ടെന്ന് നമുക്ക് പഴുത്ത് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം.